ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു ശംസ് പാരായണം. ഇൻഷാ അല്ലാഹ് നമ്മൾ പുതിയൊരു സൂറ പഠിക്കാൻ പോവുകയാണ്. 15 ആയത്തുകളാണ് ഈ സൂറയിലുള്ളത്. പാരായണം നമുക്ക് ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. صدق الله العظيم. ഈ 15 ആയത്തുകളിലും വന്നിട്ടുള്ള പാരായണ നിയമങ്ങൾ നേരത്തെ പല സൂറകളിലായി പഠിച്ചിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പാരായണ നിയമവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദം പറയുമ്പോൾ തന്നെ എന്തായിരിക്കും അവിടെയുള്ള പാരായണ നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഈ ആയത്തുകളുടെ എല്ലാം അവസാനത്തിന് ഹൽക്കിന്റെ അക്ഷരമായ ഹ ആണ് ഉള്ളത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. വന്നഹാരി നൂനുൻ മുശദ്ദദ, ശദ്ദ ചെയ്യപ്പെട്ട നൂന് ഗുന്നത്താണ് നിയമം. വല്ലൈലി ഇദാ യഗ്ശാഹ, യഗ് ഗൈനാണ്. വസ്സമാഇ വമാ ബനാഹ, വസ്സമാഇല മദ് മുത്തസിൽ. വമാ ബനാഹ വൽ അർദി വമാ ത്വഹാഹ. ഹാഉം ഹാഉം ഇത് രണ്ടും ഹൽക്കിന്റെ അക്ഷരങ്ങളാണ്. രണ്ടിന്റെയും മഖ്റജ് നമ്മൾ ഹൽക്കിന്റെ അക്ഷരങ്ങളെ മൂന്നായി തിരിച്ചുകൊണ്ട് അതിന്റെ മഖ്റ് ഉത്ഭവസ്ഥാനം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ത്വഹാഹ നേരത്തെ മുഹാഹ ഹാ ഹാ
വനഫ്സിൻ വമാ സവ്വാഹാ. നഫ്സിൻ എന്നതിലെ തൻവീനു ശേഷം വാവ് വന്നപ്പോൾ നിയമം നമുക്കറിയാം, ഇദ്ഗാമാണ്. ഇദ്ഗാമും ബിഗുന്ന. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഈ ആയത്തിൽ ഹൽക്കിന്റെ അക്ഷരം ഹ എന്ന അക്ഷരം 1, 2, 4 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഫഅൽഹമഹ എന്താ? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഈ ആയത്തിന്റെ തുടക്കം ഫ കൊണ്ടാണ്. ഫഅൽഹമഹ. അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഏതാണ് അക്ഷരം എന്ന് ഉറപ്പിക്കണം. ഇതുവരെ ഉള്ള ആയത്തുകളിൽ, അതായത് 7 വരെയുള്ള ആയത്തുകളിൽ നമ്മൾ തുടക്കത്തിൽ വാവാണെങ്കിൽ ഈ 8ാമത്തെ ആയത്തിന്റെ തുടക്കം ഫ ആണ്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഖാഫ് കൽക്കലത്തിന്റെ അക്ഷരം, കൽക്കലത്താണ് അവിടെ നിയമം. ഖദ് അഫ്ലഹ മാ സക്കാഹ. സുക്കൂനുള്ള നൂനിന് ശേഷം സ, ഇഖ്ഫ ആണ് നിയമം. ഖദ് അഫ്ലഹ മാ സക്കാഹ വഖദ് ഖാബ മാ ദസ്സാഹ. അവിടെയും ഇഖ്ഫ ആണ്. മാ ദസ്സാഹ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്. ഈ 2 ആയത്തുകളുടെയും തുടക്കത്തിൽ ഖദ് ദാല് കൽക്കലത്തിന്റെ അക്ഷരം, അതുകൊണ്ട് കൽക്കലത്താണ് ദാലിൽ നിയമം. 11ാമത്തെ ആയത്ത് കസ്സബത് സമൂദു ബിത്വഗ്വാഹ. ബിത്വഗ്വാഹ എന്നല്ല, ബിത്വ ആണ്, ഗൈനാണ്. ബിത്വഗ്വാഹ കസ്സബത് സമൂദു ബിത്വഗ്വാഹ. 12ാമത്തെ ആയത്ത് ഇദിംബഅസ അശ്ഖാഹ. ഇദിംബഅസ സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. അതുകൊണ്ട് ഈ നൂനിനെ മീമായി ഇഖ്ലാം മാറ്റിമറിച്ച് ഓതുക. അതാണ് ഇഖ്ലാമാണ് നിയമം. 11ാമത്തെയും 12ാമത്തെ ആയത്തുകൾ വേണമെങ്കിൽ ഒരുമിച്ച് പാരായണം ചെയ്യാം. കസ്സബത് സമൂദു ബിത്വഗ്വാഹ ഇദിംബഅസ അശ്ഖാഹ. ബിത്വഗ്വാഹ ഹായനെ മദ് മുൻഫസിലായിട്ട് നിർത്തുക. 13 ഫഖാല ലഹും റസൂലുള്ളാഹി. ഫഖാല ലഹും. ലഹും എന്നതിലെ സുക്കൂനുള്ള മീമിന് ശേഷം വന്ന അക്ഷരം റാ ആയതിനാൽ അവിടെ മണിക്കാനൊന്നും പാടില്ല. ഇന്ന് വെളിവാക്കി പറയാം. ലഹും റസൂലുള്ളാഹി എന്നല്ല, ലഹും റസൂലുള്ളാഹി നാഖതല്ലാഹി വസുഖിയാഹ. സൂഖ് ഖൽഖലത്ത് വസുഖിയാഹ. അടുത്ത ആയത്ത് ഫഖാല ലഹും എന്ന ഈ 13ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ ഫ ആണ്. വഖാല ലഹും നല്ല പാരാണ് ചെയ്യേണ്ടത്, ശരിക്കും ശ്രദ്ധിക്കണം. ഫഖാല ലഹും. 14 ഫകസ്സബൂഹു. ഫകസ്സബൂഹു ഫഅഖറൂഹ. ഫകസ്സബൂഹു. ഈ ഹായിനെ നമ്മൾ നിർത്തേണ്ടതില്ല. മദ്ദുസില പഠിച്ച നിയമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുക. ഫകസ്സബൂഹു ഫഅഖറൂഹ. ഫഅഖറൂഹ ഫദംദമ. ഫദംദമ. ഫദംദമ എന്ന് പാരായണം ചെയ്യരുത്. സുക്കൂനുള്ള മീമിന് ശേഷം വന്ന അക്ഷരം ദാലാണ്, അതുകൊണ്ട് ഇൽഹാർ. അലൈഹിം. അലൈഹിം എന്നതിലെ സുക്കൂനുള്ള മീമിന് ശേഷം റാ, അവിടെയും ഇൽഹാർ. റബ്ബുഹും അതിലും സുക്കൂനുള്ള മീമുണ്ട്, പക്ഷെ അതിന് ശേഷം വന്ന അക്ഷരം ശ്രദ്ധിക്കുക, അത് ബ ആണ്, അതുകൊണ്ട് ഇഖ്ഫ ആണ് നിയമം. റബ്ബ് അതായത് ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം. പിന്നെ ഉള്ളത് സുക്കൂനുള്ള നൂനിന് ശേഷം ബാ, അത് ഇഖ്ലാബ്. ബിദംബി. ബിദൻബിഹിം നൂനല്ല ഉച്ചാരണത്തിൽ വരിക, മീമാണ് വരിക. ഫസവ്വാഹ. ബിദംബിഹിം. ബിദംബിഹിം സുക്കൂനുള്ള മീമിന് ശേഷം പിന്നെ ഫാ, അവിടെ ഇൽഹാറാണ് നിയമം. അങ്ങനെ ധാരാളം ഇൽഹാറുകൾ വരുന്നുണ്ട്. സുക്കൂനുള്ള മീമിന് ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഇൽഹാറും, സുക്കൂനുള്ള നൂനിന് ശേഷം, അതുപോലെ സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്ന നിയമങ്ങൾ, ഇഖ്ലാബ്, ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം ബിഗുന്ന
അങ്ങനെ കൽക്കലത്ത് അവസാനത്തെ ആയത്തില് വീണ്ടും കലക്കലത്ത് വലാ യഖാഫു ഉഖ്ബാഹാ. ഇതാണ് ഈ 15 ആയത്തുകളുടെ പാരായണം. ആവർത്തിച്ച് പാരായണം ചെയ്യുക. സഹോദരന്മാർ കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇതുവരെ നമ്മൾ ധാരാളം സൂറത്തുകൾ താഴത്തുനിന്ന് ഇതുവരെ പഠിച്ചു. ആ സൂറത്തുകളൊക്കെ മനഃപ്പാഠമാക്കാനും ശ്രമിക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.